ഇപ്പോൾ വേനലവധിയാണ്. ഒരുപാടിടങ്ങളിൽ വേനലവധിക്കാലത്തെ ഒത്തുചേരലും ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ചില പഴയ കാലങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകാനുള്ള ഒരു വഴി കൂടിയാണ് ഈ 2 മാസക്കാലം. അപ്പോൾ പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാല അവരുടെ ബാലവേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായിട്ടൊരു ക്യാമ്പ് ഒരുക്കുന്നത് കളിവീടും കളി ഊഞ്ഞാലും ഒക്കെ ഒരുക്കിയാണ്. മനോഹരമായ കാഴ്ച. നയൻതാരയുണ്ട്. നയൻതാര, ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ക്യാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സത്യത്തിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ വല്ല പാർക്കിൽ പോകണം. ഈ ഊഞ്ഞാലൊക്കെ ആടാനുള്ള ഒരു സംവിധാനമുള്ളൂ. നല്ല പങ്കാളിത്തമുണ്ടോ? കുട്ടികൾ ഹാപ്പിയാണോ? കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലം, വേനൽ അവധിക്കാലം ഓർക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വേനൽ അവധിക്കാലം എന്ന് പറയുന്നത് ഒത്തുചേരലിൻ്റെയും അതുപോലെ തന്നെ പങ്കുവെക്കലിൻ്റെയും കാലഘട്ടം തന്നെയാണ്. ഇന്ന് എനിക്കറിയില്ല ഇന്ന് എത്രത്തോളം പേർക്ക് ഇത്തരത്തിലൊരു കളിയുടെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആരവത്തിൻ്റെയും ഒക്കെ ഓളം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയാതെ തന്നെ നമുക്കറിയാം, എല്ലാവരും ഫോണിൻ്റെ ഒക്കെ മുമ്പിലായിരിക്കും. ഇടയ്ക്ക് എപ്പോഴോ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മാങ്ങ, നമ്മുടെ നാട്ടിലൊക്കെ മാവിൻ്റെ മുകളിൽ മാങ്ങ നിറഞ്ഞു കിടക്കുകയാണ്. അതൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നു. ഇതൊന്നും എറിഞ്ഞു വീഴ്ത്താനുള്ള ബാല്യം ഇന്നില്ല. എല്ലാവരും മൊബൈൽ ഫോണിലാണ്. നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അത്തരത്തിലാണ് പലയിടങ്ങളിലും നടക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് എല്ലാ മുക്കിലും മൂലയിലെന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കടകൾ, മിഠായി കടകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് അതൊന്നും കാണാനേ ഇല്ല. എനിക്കറിയില്ല, എൻ്റെ നാട്ടിലൊന്നും ഇല്ല. എനിക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാനേ ഇല്ല. കുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല. വേനലവധി കാലത്ത് ഇങ്ങനെ കളിക്കേണ്ട സമയത്ത് ട്യൂഷൻ, മറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, TV ഉൾപ്പെടെയുള്ളവയിലേക്ക് ഒതുങ്ങി പോകുന്നു. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഇത് പിണറായിലാണ് സംഭവം. ഈ ഒരു കളി ആരവം നടക്കുന്നത്. കളിവീട് എന്ന് പറയുന്ന പരിപാടിയാണിത്. പിണറായി സി മാധവൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളാണ്, ബാലവേദിയിലെ കുട്ടികളാണ് ഈ ഒരു കളിവീട് ഒരുക്കിയത്. എന്തായാലും കുട്ടികൾക്ക് ഒരു 1.5 മാസം കൂടി അവശേഷിക്കുന്നുള്ളൂ. കൂടുതൽ കളികൾക്കുള്ള ഒരു സമയം കൂടി എല്ലാവരും അനുവദിച്ചു കൊടുക്കുക. ശരി.